പിള്ളേരെ എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ആപ്പിനെ കുറിച്ചിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ആപ്പിൻ്റെ പേര് നിങ്ങൾ എല്ലാവരും പല രീതിയിലായിട്ട് കേട്ടിട്ടുള്ളതാണ് ക്രെഡ്. ക്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് തരത്തിലുള്ള ബില്ലുകളും പേ ചെയ്യാൻ പറ്റിയതും അതുപോലെ തന്നെ ബില്ലുകൾ പേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സും ഒരുപാട് റിവാർഡും അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് ഒക്കെ നേടാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. ഞാൻ ഈ ക്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഒരു 8 മാസമായിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു ക്രെഡ് യൂസർ എന്നുള്ള നിലയ്ക്കും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് ഇതിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഫീച്ചർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ക്രെഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഞാൻ ഓൾറെഡി ക്രെഡ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം എൻ്റെ കാർഡും ഡീറ്റെയിൽസ്, അതായത് എൻ്റെ ക്രെഡിറ്റ് കാർഡും ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്യാം. പക്ഷേ നിങ്ങൾ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കണ്ടോ, അവിടെയായിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വന്ന് കിടക്കും ഇതേപോലെ. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സെക്ഷൻസ് ഉണ്ട്. താഴെ നോക്കിക്കഴിഞ്ഞാൽ ഹോം ഉണ്ട്, കാർഡ്സ് ഉണ്ട്, പേ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, റിവാർഡ്സ് ഉണ്ട്, ഷോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ മോർ ഉണ്ട്. മോർ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഓരോ കാറ്റഗറി വൈസ് മണി, ബെനിഫിറ്റ്സ്, ബിൽ ആൻഡ് പേയ്മെൻറ്റ്സ്, ഷോപ്പ്, അതേഴ്സ്, നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് നോക്കാനായിട്ട് പറ്റും. ക്രെഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡുകൾ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ മൾട്ടിപ്പിൾ ഇല്ല, ഞാൻ ഒറ്റ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുള്ളൂ. എൻ്റെ ക്രെഡിറ്റ് കാർഡ് 1 കാർഡാണ്. അപ്പോൾ അത് ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഡ്യൂ എത്ര രൂപയാണ് എനിക്ക് ഡ്യൂ എന്നുള്ളതും അവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നാണ് എനിക്ക് ബില്ല് പേ ചെയ്യേണ്ടതെന്നും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലൊക്കെ കറക്റ്റായിട്ട് പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അന്യായ പണിയാണ്. നിങ്ങളുടെ സിബിൽ സ്കോർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബാധിക്കും. അപ്പോൾ അങ്ങനെ ബാധിക്കാണ്ടിരിക്കാനായിട്ട് എന്നാണ് ഡ്യൂ ഡേറ്റ് അന്ന് നിങ്ങൾ കറക്റ്റായിട്ട് അടച്ചിരിക്കണം. അങ്ങനെ അടയ്ക്കാനായിട്ട് നിങ്ങളെ ക്രെഡ് ഹെൽപ്പ് ചെയ്യും. ക്രെഡ് നല്ല രീതിക്ക് റിമൈൻഡ് ചെയ്യും. അതായത് നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് നാളെയാണ്, നിങ്ങൾക്ക് ഇത്ര രൂപ ബില്ല് അടയ്ക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ക്രെഡ് നിങ്ങൾക്ക് റിമൈൻഡർ അയക്കും. ഭയങ്കര ബെനിഫിറ്റ് ഉള്ളതാണ്. കറക്റ്റായിട്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ കാര്യങ്ങളൊക്കെ അടച്ചു പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ബെനിഫിറ്റാണ് നിങ്ങൾക്ക്. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇൻ കേസ് നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടയ്ക്കാൻ ലേറ്റായി പോയി കഴിഞ്ഞാൽ 45% വരെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വന്നേക്കാം നിങ്ങൾ എടുത്ത എമൗണ്ടിൽ നിന്ന്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് തകർന്ന് തരിപ്പടമായി പോവും. അപ്പോൾ ടൈമിൽ അടയ്ക്കാനായിട്ട് നമ്മുടെ ക്രെഡിറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ ബില്ല് പേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, റിവാർഡ്സ് കിട്ടും. ഫോർ എക്സാമ്പിൾ, എനിക്കിവിടെ ഒരു എമൗണ്ട് ഞാനത് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അകത്തുനിന്ന് ഒരു കുറച്ച് എമൗണ്ട് അടച്ച് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. അതായത് നമുക്കിവിടെ കാർഡിൻ്റെ അവിടെ ഞാൻ പേ നൗ കൊടുത്തു. പേ നൗ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടോട്ടൽ എമൗണ്ട് മൊത്തത്തിൽ അടയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ എൻ്റർ അതർ എമൗണ്ട്, അതായത് നിങ്ങൾക്ക് കസ്റ്റമായിട്ടൊരു എമൗണ്ട് അടയ്ക്കാം. ഞാനിവിടെ എൻ്റർ അതർ എമൗണ്ട് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു 1000 രൂപ ഞാൻ ഇതിനകത്തേക്ക് അടയ്ക്കുകയാണ്. ജസ്റ്റ് പ്രൊസീഡ് കൊടുത്തു. എൻ്റെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എനിക്ക് റിവാർഡായിട്ട് ഒരു 1000 കോയിൻ, അതായത് ക്രെഡ് കോയിനും എനിക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നോർമൽ ബില്ലുകൾ, റീചാർജുകളാവട്ടെ, ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, ഇതേപോലുള്ള ബില്ലുകൾ നമുക്ക് ഇതിനകത്ത് പേ ചെയ്യാൻ പറ്റും. ജസ്റ്റ് പേ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ സ്കാൻ ചെയ്ത് പേ ചെയ്യാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കണ്ടോ, എൻ്റെ KSEBയുടെ ബില്ല് വന്ന് കിടപ്പുണ്ട്, ജിയോയുടെ ബില്ല് വന്ന് കിടപ്പുണ്ട്, ഇതേപോലുള്ള കുറേ ബില്ലുകളുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എത്ര രൂപ ക്യാഷ് ബാക്ക് കിട്ടുമെന്നും കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു നമ്പറിൽ ഞാൻ റീചാർജ് ചെയ്യാൻ പോവാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 25% വരെ റീചാർജ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ബാക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഡേറ്റ പ്ലാൻ റീചാർജ് ചെയ്യാം. ഒരു 5 GB 98 രൂപയ്ക്ക് ഞാൻ എൻ്റെ നമ്പർ റീചാർജ് ചെയ്തു. അതായത് ഞാൻ അവിടെ ഒരു ചെറിയൊരു യൂട്ടിലിറ്റി ബില്ലാണ് അവിടെ അടച്ചിട്ടുള്ളത്, ഒരു 100 രൂപയുടെ. അപ്പോൾ എനിക്ക് എത്രത്തോളം റിവാർഡുകൾ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. എന്തെങ്കിലും റിവാർഡ്സോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. യുവർ റീചാർജ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾക്കുള്ള എല്ലാ ബിൽ പേയ്മെൻറ്റുകളും ക്രെഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ വേൾഡ് കപ്പ് സീസണിൽ നിങ്ങൾക്ക് ബില്ലുകളൊക്കെ പേ ചെയ്യുന്ന സമയത്ത് 25% ക്യാഷ് ബാക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജാക്ക് പോട്ട് പ്രൈസസും കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ക്ലാസ് എയർ ടിക്കറ്റ് കിട്ടുക, ഇതേപോലുള്ള ജാക്ക് പോട്ട് പ്രൈസസും ഈ ക്രെഡിൻ്റെ അകത്തുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള റിവാർഡ് സെക്ഷനാണ്. ഈ റിവാർഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് പല കാര്യങ്ങളും നടക്കുന്നത്. റിവാർഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതായത് ഇന്നത്തെ ദിവസത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ജാക്ക് പോട്ട് ഓഫർ ഇവിടെ വന്ന് കിടപ്പുണ്ട്. ജസ്റ്റ് വാനുസൈൻ്റെ ആണത്. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് സ്പിൻ ഒന്ന് കൊടുക്കുക. സ്പിൻ ഒന്ന് കൊടുക്കുന്ന സമയത്ത് സിമ്പിളെല്ലാം ഒരേപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാക്ക് പോട്ട് അടിക്കും.
അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിൻ്റെ കോയിൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എനിക്കിനി 10 ചാൻസസ് ഉണ്ട്, ഞാൻ 10 കറക്കി നോക്കട്ടെ. നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ റിവാർഡ്സിൽ വന്നതിന് ശേഷം ഇങ്ങനെ കറക്കി നോക്കുക. ഞാൻ എന്താ ജസ്റ്റ് ഒന്ന് ആമസോണിൻ്റെ ഒരു സാധനം കറക്റ്റ് ലൈക്ക് ജാക്ക് പോട്ട് നോക്കുകയാണേ. യെസ്, നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് 100 രൂപയുടെ ആമസോൺ ഫ്രഷിൻ്റെ, അതായത് ആമസോണിൽ നിന്ന് ഗ്രോസറി വാങ്ങാനായിട്ടുള്ള 100 രൂപയുടെ ഒരു ക്യാഷ് ബാക്ക് വൗച്ചറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് റെഡീം ചെയ്തിട്ട് ആമസോണിൽ പോയിട്ട് ആ ഒരു 200 രൂപയുടെ ക്യാഷ് ബാക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്പെഷ്യൽ ജാക്ക് പോട്ട് ഓഫേഴ്സ് കിടപ്പുണ്ട്. അതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഫാൻ ക്രേസിൻ്റെ അകത്തുണ്ട്, അതുപോലെ തന്നെ ക്ലോവിയുടെ ഒരെണ്ണം ഉണ്ട്. നിങ്ങളിപ്പോൾ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കത് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ എയർ ടിക്കറ്റൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്കൊരു 10 സ്പിന്ന് കിട്ടും. നിങ്ങൾ ജസ്റ്റ് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് സ്പിൻ ചെയ്ത് നോക്കുക. സ്പിൻ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജാക്ക് പോട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അപ് ടു എത്ര വരെ കിട്ടാൻ പറ്റുമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ജയ്പൂർ പാലസിൽ ഒരു നൈറ്റ് നിൽക്കാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓഫറാണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ലീഫ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ സംഭവം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ നോക്കാം. ലീഫ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് 700 രൂപ ഓഫ് കിട്ടുന്ന ഒരു കൂപ്പൺ കോഡ്, വൗച്ചർ കോഡും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് നല്ല റിവാർഡ്സ് കിട്ടാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ക്രെഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ റിവാർഡ്സിനെ പരിചയപ്പെട്ടു. ഇനി സ്റ്റോറാണ് എൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പാർട്ട്. ഈ ഒരു ഷോപ്പിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടും. അതായത് ഗ്രോസറീസ് കിട്ടും, ഫുഡും ബെവറേജും കിട്ടും, അതുപോലെ തന്നെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഹെഡ്ഫോൺസ് അല്ലെങ്കിൽ ആക്സസറീസ്, ഗാഡ്ജറ്റ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇവിടെ സ്ലാഷ് ദ പ്രൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓഫർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബോട്ടിൻ്റെ സ്റ്റോൺ 170 സ്പീക്കറിന് നമുക്ക് എത്ര രൂപ ഓഫർ മാക്സിമം കിട്ടുമെന്നുള്ളത് ആ ഒരു സ്ലാഷ് ദ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അതായത് 2999 രൂപയുടെ സാധനം നമുക്ക് എത്ര രൂപയ്ക്കാണ് കിട്ടിയത്? 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ക്രെഡ് കോയിനും കൂടി യൂസ് ചെയ്ത് അതിൻ്റെ ഓഫേഴ്സും എല്ലാം കൂടി ചേർത്ത് നിങ്ങൾക്ക് 1000 റുപ്പീസിന് കിട്ടും. നിങ്ങൾ ഈ റിവാർഡിൻ്റെ അകത്ത് ഈ ഒരു സ്പിന്ന് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്രെഡ് കോയിൻ എന്തായാലും കൂടിക്കൊണ്ടിരിക്കും. ആ ക്രെഡ് കോയിനെ നിങ്ങൾക്ക് ഈ സ്റ്റോറിൻ്റെ അകത്ത് വന്നിട്ട് പലതരത്തിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു വെജിറ്റേറിയൻ മായോ, അതായത് മയണൈസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് 200 രൂപയുടെ സാധനം 60 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സ്ലാഷ് ദ പ്രൈസ് കോൺടെസ്റ്റ് അല്ലാതെ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഇതിനകത്തുനിന്ന് വാങ്ങാനായിട്ട് പറ്റും. ഓരോ കാറ്റഗറി ഉണ്ട്. എവറിത്തിങ് ഇലക്ട്രോണിക്സ് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഇലക്ട്രോണിക്സ് ഒക്കെ ആണല്ലോ ഇഷ്ടം, അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാക്കണ്ടോ. ഇവിടെ നമ്മൾ സ്റ്റോറിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് സ്പീക്കർ നോക്കാനായിട്ട് പറ്റും. നമ്മുടെ അതായത് ബോട്ട് സ്റ്റോൺ ഗ്രനേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് കൊടുത്തിട്ടുള്ളത് 3990 രൂപയ്ക്കാണ്. 899 രൂപയ്ക്ക് കിട്ടും. നമ്മൾ ക്രെഡ് കോയിനും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ബൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചിട്ടൊരു പരിപാടി. MRP എന്ന് പറയുന്നത് 3990 രൂപയാണ്. നമുക്ക് ഈ 2000-ന്റെ ക്രെഡ് കോയിൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് 899 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ 1199 രൂപയ്ക്കാണ് ഇത് നമ്മൾ വാങ്ങേണ്ടത്. ഇപ്പോൾ ഞാൻ ക്രെഡ് കോയിന് 2000 ക്രെഡ് കോയിൻ യൂസ് ചെയ്ത സമയത്ത് കണ്ടോ 899 രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെ ഈ ഒരു സ്റ്റോറിനകത്ത്, ക്രെഡ് സ്റ്റോറിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റുകൾ, ഇഷ്ടപ്പെട്ട ബ്യൂട്ടി പ്രോഡക്റ്റുകൾ എല്ലാം നിങ്ങൾക്ക് ഭയങ്കര ഡിസ്കൗണ്ടിൽ വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ കാർഡ് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കാൻ പറ്റും. ക്രെഡിറ്റ് കാർഡ് ബില്ല് അടച്ചിട്ട് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് നേടാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഒരു കംപ്ലീറ്റ് ബില്ല്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ക്രെഡിറ്റ് കാർഡിനും 16-ാം തീയതി ബില്ല് ജനറേറ്റ് ആവും. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മാസത്തിൻ്റെ ആദ്യമായിരിക്കും, 1-ാം തീയതിയോ 2-ാം തീയതിയോ ആയിരിക്കും ഇതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. 2-ാം തീയതിക്ക് മുന്നേ നിങ്ങൾ ക്രെഡിറ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ ബില്ല് കംപ്ലീറ്റ്ലി പേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 200 രൂപ അല്ലെങ്കിൽ 100 രൂപ അല്ലെങ്കിൽ 30 രൂപ 40 രൂപ എന്നിങ്ങനെ ക്യാഷ് ബാക്ക് കിട്ടും. എന്നിട്ട് നിങ്ങളിവിടെ റിവാർഡ്സിൻ്റെ സെക്ഷനിൽ വന്നിട്ട് ഇഷ്ടംപോലെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ടുണ്ട്. ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റും, സ്ക്രാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നിങ്ങളുടെ ക്രെഡിൻ്റെ കോയിൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ വാങ്ങാനും പറ്റും. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂസ് ചെയ്തിരിക്കേണ്ടതാണ്. ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷനിൽ പോയി ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ.